ഹൈ മക്കളേസ്, നമുക്ക് നെക്സ്റ്റ് നമ്മുടെ എക്കണോമിക്സിന്റെ എക്സാം ആണ്. അപ്പോൾ എക്കണോമിക്സ് എക്സാമിന് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് നമുക്ക് ഏതൊക്കെയാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ആദ്യം നമ്മുടെ ചാപ്റ്റർ 1 പോകാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഓണപരീക്ഷയ്ക്ക് ഓണം എക്സാമിന് നമുക്ക് വരുന്നത് ടോട്ടലി നമുക്ക് 5 ചാപ്റ്റേഴ്സ് ആണ്. പക്ഷെ പല സ്കൂളുകളിൽ 4 ചാപ്റ്റർ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ ഫസ്റ്റ് മൈക്രോയിലെ 3 ചാപ്റ്ററും മാക്രോയിലെ 1 ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ മൈക്രോയിലെ ഫസ്റ്റ് ചാപ്റ്റർ ഇതാണ്, ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് എന്താണ് മൈക്രോ എന്താണ് മാക്രോ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. അതായത് എക്കണോമിക്സിനെ നമുക്ക് 2 ബ്രാഞ്ചായിട്ട് ഡിവൈഡ് ചെയ്യാം. എക്കണോമിക്സിന് 2 ശാഖകളുണ്ട്, 2 ബ്രാഞ്ചസ് ഉണ്ട്. ഒന്നാമത്തെ ബ്രാഞ്ചാണ് മൈക്രോ എക്കണോമിക്സ്, രണ്ടാമത്തത് മാക്രോ എക്കണോമിക്സ് ആണ്. മൈക്രോ എന്ന് പറഞ്ഞാൽ സ്മോൾ എന്നാണ് അർത്ഥം, മാക്രോ എന്ന് പറഞ്ഞാലോ ലാർജ് എന്നാണ്. അതായത് നമുക്കൊരു ഇക്കോണമിയിലെ ചെറിയ ചെറിയ യൂണിറ്റുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ അത്തരം കാര്യങ്ങൾ ഉൾപ്പെടുന്ന എക്കണോമിക്സിനെയാണ് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ടീച്ചറുടെ സാലറി, ഒരു പേനയുടെ പ്രൈസ്, ഒരു പേനയുടെ ഡിമാൻഡ്, ഇതെല്ലാം മൈക്രോ ആണ്. കാരണം നമ്മൾ ഓരോ ഇൻഡിവിജ്വൽ യൂണിറ്റുകളെ കുറിച്ച് പഠിക്കണം അല്ലേ. ഒരു പേനയെ കുറിച്ച് പഠിക്കുക, ഒരു ടീച്ചറുടെ വരുമാനത്തെ കുറിച്ച് പഠിക്കുക, ഇതൊക്കെ മൈക്രോ എക്കണോമിക്സ് ആണ്. മാക്രോ എന്ന് പറഞ്ഞാൽ അതല്ല. മാക്രോ എന്ന് പറഞ്ഞാൽ ഇക്കോണമി ആസ് എ ഹോൾ ആണ്. ഇക്കോണമിയെ നമ്മൾ മൊത്തമായിട്ടാണ് പഠിക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മുടെ മാക്രോ എക്കണോമിക്സ് എന്ന് പറയുക. എക്സാമ്പിൾ ഇപ്പോൾ നാഷണൽ ഇൻകം, ദേശീയ വരുമാനം. ദേശീയ വരുമാനം എന്ന് പറയുമ്പോൾ എല്ലാവരുടെ വരുമാനം, എല്ലാവരുടെ ഗുഡ്സ് ആൻഡ് സർവീസിന്റെ വാല്യൂ പെടും അല്ലേ. അപ്പൊ അത് ടോട്ടാലിറ്റി പെടുന്നുണ്ട്. അങ്ങനെ മൊത്തമായിട്ട് പെടുകയാണെങ്കിൽ അത് മാക്രോ ആണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ജനറൽ പ്രൈസ് ലെവൽ, പ്രൈസിനുണ്ടാകുന്ന വേരിയേഷൻസ്, അതുപോലെ ഒരു ഇക്കോണമിയുടെ ഗ്രോത്ത്, ഒരു സമ്പദ് വ്യവസ്ഥയുടെ ഗ്രോത്ത്, വളർച്ച, ഇതൊക്കെ മൊത്തമായിട്ട് എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളായതുകൊണ്ട് ഇതെല്ലാം മാക്രോ എക്കണോമിക്സ് ആണ്. അപ്പൊ മൈക്രോയും മാക്രോയും എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന നെക്സ്റ്റ് ടോപ്പിക് ഏതാണെന്ന് നമുക്ക് നോക്കാം. അതായത് എക്കണോമിക്സ് എന്ന് പറയുന്ന വേർഡ് വന്നത്, എക്കണോമിക്സ് എന്ന് പറയുന്ന ആ ഒരു നെയിം വന്നത് ഓയിക്കോണമി എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ്. ഓയിക്കോണമി എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് എക്കണോമിക്സ് വന്നത്. എന്താണ് ഓയിക്കോണമി എന്ന് പറഞ്ഞാൽ? ഓയിക്കോണമി എന്ന് പറഞ്ഞാൽ ഹൗസ് ഹോൾഡ് മാനേജ്മെന്റ് എന്നാണ് അർത്ഥം. ഹൗസ് ഹോൾഡ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ കുടുംബ ഭരണം അല്ലെങ്കിൽ ഗൃഹഭരണം. അതായത് നമ്മുടെ ഫാമിലിയുമായിട്ടൊക്കെ ഒരുപാട് റിലേഷൻ ഉള്ള ഒരു സബ്ജക്റ്റ് ആണ് എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ കേട്ടോ. അത് തന്നെയാണ് എക്കണോമിക്സ് എന്ന് പറയുന്ന പേര് വന്നത് തന്നെ ഓയിക്കോണമി എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ്. അതിനർത്ഥം ഹൗസ് ഹോൾഡ് മാനേജ്മെന്റ് എന്നാണ് അർത്ഥം. ഇനി നിങ്ങൾ ഉറപ്പായിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, ഹു ഈസ് എ ഫാദർ ഓഫ് എക്കണോമിക്സ്? എക്കണോമിക്സിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്ന വ്യക്തി ആരാന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ട് പഠിക്കണം. ആരാണ്? ആഡം സ്മിത്ത് ആണ് നമ്മുടെ ഫാദർ ഓഫ് എക്കണോമിക്സ്. ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും നിങ്ങൾക്ക് കിട്ടണം ഫാദർ ഓഫ് എക്കണോമിക്സ് അല്ലെങ്കിൽ ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ് ചോദിച്ചാൽ അത് ആഡം സ്മിത്ത് ആണ്. എക്കണോമിക്സ് പഠിക്കുന്ന ഒരു കുട്ടി നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ് അഥവാ ഫാദർ ഓഫ് എക്കണോമിക്സ് ആരാണ്? ആഡം സ്മിത്ത് ആണ്. ഇനി ആഡം സ്മിത്തിന് പുറമെ ഒരുപാട് ആളുകൾ എക്കണോമിക്സിനെ ഒരുപാട് പല കാലഘട്ടങ്ങളിലായിട്ട് നിർവചിച്ചിട്ടുണ്ട്. അപ്പൊ അവർ ഓരോ കാലഘട്ടങ്ങളിലും എക്കണോമിക്സിനെ നിർവചിക്കുകയും അതുമായി ബന്ധപ്പെട്ട ഒരു ബുക്ക് എഴുതുകയുണ്ടായി. ആ ബുക്കിന് പല പേരുകളുണ്ട്. അതുപോലെ അയാൾ നിർവചിച്ച ആ ഡെഫിനിഷനും ഓരോ പേരുണ്ട്. അതുപോലെ ഇയർ ഉണ്ട്. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് മാച്ച് ദ ഫോളോയിങ്ങിലൊക്കെ ചോദിക്കാം. അപ്പൊ ആദ്യം നമ്മൾ ആഡം സ്മിത്തിന്റെ കാര്യങ്ങളെ പറഞ്ഞത്. ആഡം സ്മിത്ത് ആണ് ആദ്യമായിട്ട് എക്കണോമിക്സിനെ നിർവചിച്ചത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആഡം സ്മിത്തിനെ ഫാദർ ഓഫ് എക്കണോമിക്സ് എന്ന് പറയാനുള്ള കാരണം, എക്കണോമിക്സിന്റെ പിതാവ്. അദ്ദേഹം ഒരു ബുക്ക് എഴുതുകയുണ്ടായി. ആ ബുക്കിന്റെ പേര് ഇതാണ്, An Enquiry into the Nature and Causes of Wealth of Nations. അതായത് എക്കണോമിക്സുമായി ബന്ധപ്പെട്ട്, എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെൽത്ത് ഓഫ് നേഷൻസ് അല്ലെ. അതായത് ഒരു രാജ്യത്തിന്റെ വെൽത്ത്, സമ്പത്ത്, അത് എങ്ങനെ വന്നു, അതിനെക്കുറിച്ചുള്ള അല്ലെങ്കിൽ അതിന്റെ നേച്ചറിനെ കുറിച്ചുള്ള ഒരു അന്വേഷണമാണ് എക്കണോമിക്സ് എന്നാണ് ആഡം സ്മിത്ത് പറഞ്ഞത്. അതെന്നാണ് പറഞ്ഞത്? 1776 1776 അദ്ദേഹത്തിന്റെ ഈ ഡെഫിനിഷനെ നമ്മളൊരു പേര് അറിയപ്പെടും. എന്താണ്? വെൽത്ത് ഡെഫിനിഷൻ. അപ്പൊ ഓർത്ത് വയ്ക്കുക, വെൽത്ത് ഡെഫിനിഷൻ ആരുടെ സംഭാവനയാണ്? ആഡം സ്മിത്തിന്റെ സംഭാവനയാണ്. അദ്ദേഹം എഴുതിയ ബുക്കിന്റെ പേര് An Enquiry into the Nature and Causes of Wealth of Nations ആണ്. പബ്ലിഷ്ഡ് ഇൻ 1776 1776 അത് പബ്ലിഷ് ചെയ്തത്. രണ്ടാമത് വന്ന എക്കണോമിസ്റ്റ് ആണ് ആൽഫ്രഡ് മാർഷൽ. രണ്ടാമത് വന്ന എക്കണോമിസ്റ്റ് ആരാണ്? ആൽഫ്രഡ് മാർഷൽ ആണ്. അദ്ദേഹം എഴുതിയ ബുക്കിന്റെ പേര് പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് എന്നാണ്. അത് പബ്ലിഷ് ചെയ്തത് 1890 അദ്ദേഹത്തിന്റെ ബുക്കിനെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഡെഫിനിഷനെ അറിയപ്പെടുന്ന പേര് വെൽഫെയർ, ക്ഷേമം എന്നാണ് വെൽഫെയർ ഡെഫിനിഷൻ. മൂന്നാമത് വന്ന എക്കണോമിസ്റ്റ് ആണ് ലയണൽ റോബിൻസ് ആണ്.
അദ്ദേഹം എഴുതിയ ബുക്ക് ഇതാണ്, An Essay on the Nature and Significance of Economics, പബ്ലിഷ്ഡ് ഇൻ 1932. 1932 ഈ ബുക്ക് പബ്ലിഷ് ചെയ്തത്. അദ്ദേഹത്തിന്റെ ഡെഫിനിഷൻ നമ്മൾ സ്കേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ദൗർലഭ്യം അല്ലെങ്കിൽ ദുർലഭം എന്നാണ് അർത്ഥം. അപ്പൊ ഡെഫിനിഷന്റെ പേര് സ്കേഴ്സിറ്റി ഡെഫിനിഷൻ ആണ്. ലാസ്റ്റ് വന്നത് പോളി സാമുവൽസൺ ആണ്. അദ്ദേഹം എഴുതിയ ബുക്കാണ് എക്കണോമിക്സ്, പബ്ലിഷ് ചെയ്ത് 1964. അദ്ദേഹത്തിന്റെ ഡെഫിനിഷൻ ഗ്രോത്ത് ഡെഫിനിഷൻ എന്നാണ് അറിയപ്പെടുക. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, ഈ എക്കണോമിക്സിന്റെ പേര് പഠിക്കുക, ഈ ബുക്ക് പഠിക്കുക, ഇയർ പഠിക്കുക, ഡെഫിനിഷൻ പഠിക്കുക. മാച്ച് ദ ഫോളോയിങ്ങിൽ വരാം. അല്ലെങ്കിൽ ഒന്നും പഠിക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഈ ആഡം സ്മിത്തിന്റെ ബുക്കും ഇയറും ഡെഫിനിഷൻ ഉറപ്പായിട്ട് പഠിച്ചു വെക്കണം. നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ കോസസ് ഓഫ് എക്കണോമിക് പ്രോബ്ലം ആണ്. നമ്മുടെ ഇക്കോണമിയിൽ ഒരുപാട് പ്രോബ്ലംസ് നമുക്കുണ്ട് അല്ലേ. അതായത് ഇക്കോണമിയിൽ നമുക്ക് വേണ്ടത്ര പൈസ ഇല്ലാത്തൊരവസ്ഥ വരാം, എല്ലാത്തിനും പൈസ തികയാത്തൊരവസ്ഥ വരാം അല്ലെ. അപ്പൊ ഇങ്ങനെ നമ്മുടെ ഇക്കോണമിയിലുള്ള ഈ പ്രോബ്ലത്തിനൊക്കെ ചില കാരണങ്ങളുണ്ട്, ചില കോസസ് ഉണ്ട്. എന്തൊക്കെയാ നമുക്ക് നോക്കാം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് പലതവണ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഒന്നാമത്തെ കോഴ്സ് ആണ് ഹ്യൂമൻ വാൻസ് ആർ അൺലിമിറ്റഡ്. അതായത് മനുഷ്യന്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ അനന്തമാണ്. ഇപ്പൊ നിങ്ങൾക്കൊരു ആവശ്യം ഉണ്ടായിരിക്കും, ഓണപ്പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങുക എന്നുള്ള നിങ്ങളുടെ ആവശ്യമാണ് അല്ലെ. അതേപോലെ എല്ലാ ജനങ്ങൾക്കും, എല്ലാ ആളുകൾക്കും എന്തുണ്ട്, ഹ്യൂമൻ വാൻസ് ആർ അൺലിമിറ്റഡ് ആണ്. മനുഷ്യന്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവസാനിക്കുന്നില്ല, അത് അനന്തമാണ്. ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു ഫോൺ വാങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഫോൺ വാങ്ങി കഴിയുമ്പോൾ അവിടെ എന്റെ ആഗ്രഹം അവസാനിക്കുന്നില്ല, പിന്നെ അടുത്തൊരു ആഗ്രഹം ഉണ്ടാവും അല്ലെ. അത് എല്ലാ ജനങ്ങൾക്കും, എല്ലാ മനുഷ്യരും അങ്ങനെയാണ്. ഹ്യൂമൻ വാൻസ് ആർ അൺലിമിറ്റഡ് ആണ്. മനുഷ്യന്റെ ആവശ്യം അനന്തമാണ്, പക്ഷേ അതിനു വേണ്ട റിസോഴ്സുകൾ ലിമിറ്റഡ് ആണ് അല്ലെ. റിസോഴ്സ് പറഞ്ഞാൽ എന്താ അർത്ഥം? യെസ്, നമ്മുടെ കയ്യിലുള്ള പൈസ, അതായത് ഇവിടുത്തെ റിസോഴ്സ് പറഞ്ഞാൽ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടതാണ്. അതായത് നമുക്ക് എന്തൊക്കെയാണോ വേണ്ടത് ആ സാധനങ്ങൾ അവിടെ എന്താണ്, ലിമിറ്റഡ് ആണ്. അത് നമ്മുടെ കയ്യിലില്ല. അതായത് ഒരു രാജ്യത്തിന് ഒരുപാട് കാര്യങ്ങൾ ആവശ്യമുണ്ട്, പക്ഷേ എല്ലാ കാര്യങ്ങളും നിറവേറ്റാനായിട്ടുള്ള പൈസയോ അതുള്ള റിസോഴ്സുകളോ ഇല്ല അല്ലെ. അപ്പൊ റിസോഴ്സസ് ആർ ലിമിറ്റഡ് ആണ്. പക്ഷെ റിസോഴ്സുകൾക്ക് എന്തുണ്ട്, ഒന്നിൽ കൂടുതൽ ഉപയോഗങ്ങളുണ്ട്. അത് നമ്മൾ തിരിച്ചറിയുകയും ആ ഒന്നിൽ കൂടുതൽ ഉപയോഗങ്ങൾക്ക് വേണ്ടി ആ റിസോഴ്സ് ഉപയോഗിക്കുകയും വേണം. ലാസ്റ്റ് എല്ലാ ആവശ്യവും എന്തല്ല, ഈക്വലി ഇമ്പോർട്ടന്റ് അല്ല. ഇപ്പൊ എനിക്ക് പല പല ആഗ്രഹങ്ങൾ, എനിക്കൊരു കാർ വാങ്ങണമെന്നുണ്ട്, എനിക്കൊരു വീട് വെക്കണമെന്നുണ്ട്, എനിക്കൊരു 10 സെന്റ് സ്ഥലം വാങ്ങണമെന്നുണ്ട്, ഇങ്ങനെ കുറെ ആഗ്രഹങ്ങൾ എനിക്കുണ്ട്. പക്ഷെ എല്ലാ ആഗ്രഹങ്ങളും എനിക്ക് ഇമ്പോർട്ടന്റ് ആണോ? അല്ല. അപ്പൊ ഓൾ വാണ്ട്സ് ആർ നോട്ട് ഈക്വലി ഇമ്പോർട്ടന്റ്. ഈ 4 പഠിച്ചു വെക്കുക. എക്കണോമിക് പ്രോബ്ലത്തിന്റെ കോസസ് ചോദിക്കുകയാണെങ്കിൽ 1 ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ്, 2 റിസോഴ്സസ് ആർ ലിമിറ്റഡ്, 3 റിസോഴ്സസ് ഹാവ് ഓൾട്ടർനേറ്റീവ് യൂസസ്, 4 ഓൾ വാണ്ട്സ് ആർ നോട്ട് ഈക്വലി ഇമ്പോർട്ടന്റ്. എല്ലാവരും നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് നമുക്ക് പോവാം. നെക്സ്റ്റ് ടോപ്പിക് വളരെ ഇമ്പോർട്ടന്റ് ആണ്, 5 മാർക്കിനൊക്കെ ചിലപ്പോൾ ചോദിക്കാം. സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമി. ഒരു ഇക്കോണമിയുടെ ചില കാതലായ ചില പ്രശ്നങ്ങളുണ്ട്. ഇത് ചിലപ്പോൾ 8 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഈ തന്നിട്ടുള്ള ആൻസർ പോലെ തന്നെ എഴുതണം. ആദ്യം ഇൻട്രൊഡക്ഷൻ എഴുതണം, പിന്നെ ഏതൊക്കെയാണ് സെൻട്രൽ പ്രോബ്ലം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യം ഇൻട്രൊഡക്ഷൻ പറയാം. ഒരു ഇക്കോണമി മസ്റ്റായിട്ടും അല്ലെ, ഒരു ഇക്കോണമി മസ്റ്റായിട്ടും ചെയ്യേണ്ട ഒരു 3 കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനു മുമ്പ് നമുക്കൊരു ഇൻട്രോ പറയാം. എന്തൊക്കെയാ? പ്രൊഡക്ഷൻ, കൺസംഷൻ, ഡിസ്ട്രിബ്യൂഷൻ and exchange of goods and services are the basic economic activities of life. അതായത് നമ്മുടെ ജീവിതത്തിൽ അല്ലെ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഈ കാര്യങ്ങളാണ്. 1 ഉൽപാദനം, പ്രൊഡക്ഷൻ, 2 കൺസംഷൻ, 3 ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അതായത് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? പ്രൊഡക്ഷൻ ചെയ്യണം, ഉൽപാദനം, 2 ഉപഭോഗം, 3 വിതരണം അല്ലെ. ഇതൊക്കെയാണ് നമ്മുടെ ബേസിക് ആയിട്ട് എക്കോണമിയിൽ നടക്കുന്ന കാര്യങ്ങൾ ആണല്ലോ. യെസ്, when an economy engage in these basic economic activity, അതായത് നമ്മുടെ ഇക്കോണമി ഈ പറയുന്ന ബേസിക് ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യുമ്പോൾ they have to face scarcity of resources. അവർക്ക് എന്തില്ലാതെ വരുന്നു? റിസോഴ്സുകൾ ഇല്ലാതെ വരുന്നു അല്ലെ. അതായത് നമുക്ക് ഉൽപാദനം ചെയ്യണം, ഉപഭോഗം ഉണ്ട്, സാധനങ്ങൾ ഉണ്ടാക്കുന്ന, വിതരണം ചെയ്യുന്നതൊക്കെ ചെയ്യണല്ലേ. പക്ഷെ ഇതിനൊക്കെ എന്തുണ്ട്? റിസോഴ്സിന്റെ എന്താണ് പര്യാപ്തത. ഇത് റിസോഴ്സ് ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവാണ് അല്ലെ. റിസോഴ്സുകൾ ഇല്ലാത്തൊരവസ്ഥ നമ്മൾ സ്കേഴ്സിറ്റി എന്നാണ് പറയുന്നത്. ദൗർലഭ്യം നേരിടുന്നു. അതുകൊണ്ട് തന്നെ സിൻസ് ദ റിസോഴ്സ് ആർ ലിമിറ്റഡ്. എന്തുകൊണ്ട് ദൗർലഭ്യം നേരിടാനുള്ള കാരണം? റിസോഴ്സ് വളരെ ലിമിറ്റഡ് ആയതുകൊണ്ടാണ് അല്ലെ. അതായത് നമുക്ക് നമ്മുടെ രാജ്യത്തിന് കുറേയധികം കാര്യങ്ങൾ, കുറെ പാവങ്ങളെ സഹായിക്കണമെന്നുണ്ട്, അതുപോലെ നമ്മുടെ ഇക്കോണമി ഡെവലപ്മെന്റിന് കുറെ പൈസ ഇൻവെസ്റ്റ് ചെയ്യണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ അതിനൊക്കെ വേണ്ട കയ്യിൽ എന്തില്ല? പണമില്ല, റിസോഴ്സുകളില്ല, റിസോഴ്സുകൾ വളരെ ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് the economy have to answer the following questions. ഒരു ഇക്കോണമി ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ആ ഇക്കോണമി മസ്റ്റായിട്ടും 3 ക്വസ്റ്റ്യൻസിന് ആൻസർ കണ്ടെത്തണം. ഏതൊക്കെയാ 3 ചോദ്യങ്ങൾ? എന്തൊക്കെയാണ് മക്കളെ? ആ 3 ചോദ്യങ്ങൾ എന്തൊക്കെയാ? The first one,
വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് വാട്ട് ക്വാണ്ടിറ്റി. എന്ത് ഉൽപ്പാദിപ്പിക്കണം, എത്ര അളവിൽ ഉൽപ്പാദിപ്പിക്കണം, അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ദ ഇക്കോണമി മസ്റ്റ് ഡിസൈഡ് what combination of goods and services are to be produced and in what quantity. ഒരു ഇക്കോണമി മസ്റ്റ് ആയിട്ടും എന്ത് തീരുമാനിക്കണം, എന്ത് അളവിലുള്ള സാധനങ്ങളും സേവനങ്ങളുമാണോ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, അത് എത്ര അളവിലാണെന്ന് നമ്മൾ തീരുമാനിക്കണം. അതായത് നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടല്ലോ, ആ പൈസ നമ്മൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ മസ്റ്റ് ആയിട്ട് നമ്മൾ എന്താ തീരുമാനിക്കേണ്ടത്, ആ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടണം അല്ലേ. അപ്പൊ നമ്മൾ അത് എവിടെ, ഏത് സാധനങ്ങളും സേവനങ്ങളുമാണോ നമുക്ക് അത്രയും അത്യാവശ്യമുള്ളത്, അത് എന്തൊക്കെയാണെന്നും അത് എത്ര അളവിലും ഉൽപ്പാദിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്ന ഒന്നാമത്തെ ചോദ്യമാണ് വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് വാട്ട് ക്വാണ്ടിറ്റി. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഹൗ ടു പ്രൊഡ്യൂസ് ആണ്. അത് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം. നമുക്കറിയാം രണ്ട് രീതിയിലാണ് നമ്മൾ സാധാരണ പ്രൊഡ്യൂസ് ചെയ്യുക. അതായത് നമ്മളിപ്പോൾ ഫുഡ് കഴിക്കുകയാണെങ്കിൽ, നമുക്ക് ചോറ് കഴിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, അരി വേണം അല്ലേ. ഈ അരി ഉണ്ടാക്കാനായിട്ട് നമ്മൾ പണ്ട് ഉപയോഗിച്ച ഒരു ടെക്നോളജി ഉണ്ട്, ഇപ്പൊ ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജി. നമുക്ക് രണ്ട് രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാം അരി. എങ്ങനെയൊക്കെയാ? ഒന്ന് ലേബർ ഇന്റൻസീവ് ടെക്നോളജിയാണ് ഒന്നാമത്തെ ടെക്നോളജി. അതായത് പണ്ട് കാലങ്ങളിൽ നമുക്കറിയാം ഈ അരി ഉണ്ടാക്കണമെങ്കിൽ ഇപ്പൊ നമുക്കറിയാം മറ്റേ വിത്ത് വിതയ്ക്കണം, അതുപോലെ തന്നെ ഞാറ് നടണം, അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലെ. ഇതൊക്കെ ചെയ്തിരുന്ന ആരാണ് പണ്ട് കാലങ്ങളിൽ? ലേബർ ആയിരുന്നു, തൊഴിലാളികളായിരുന്നു അല്ലെ. അപ്പൊ അന്ന് ലേബറെ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു രീതിയാണ് ലേബർ ഇന്റൻസീവ് ടെക്നോളജി. അതായത് കൂടുതൽ ലേബർ ഉണ്ടാവും, കുറച്ച് മെഷീനറീസ് ഉണ്ടാവുള്ളൂ, കുറച്ച് ക്യാപിറ്റലേ ഉണ്ടാവുള്ളൂ. അതാണ് മോർ ലേബർ ആൻഡ് ലെസ് ക്യാപിറ്റൽ. പക്ഷെ ഇപ്പോ വളരെ വ്യത്യസ്തമായില്ല, അന്നത്തെ പോലെയല്ല. ഇപ്പൊ നമ്മൾ കൂടുതലും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യാണ്? മെഷീനറിനെ ഡിപ്പെൻഡ് ചെയ്യാണ്. അതാണ് രണ്ടാമത്തെ ടെക്നോളജി, ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നോളജി. ഇവിടെ മോർ ക്യാപിറ്റലും ലെസ് ലേബർ ആണ്, കൂടുതൽ മെഷീനറി. ക്യാപിറ്റൽ എന്ന് ഉദ്ദേശിക്കുന്ന മെഷീനറി ആണ് കേട്ടോ. അപ്പൊ കൂടുതൽ മെഷീനറീസും കുറച്ച് ലേബറുമാണ് ഈ ഒരു ടെക്നോളജിയിൽ വരുന്നത്. അതാണ് ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ നമുക്ക് ടെക്നോളജി ഉപയോഗിക്കാം. ടെക്നോളജിയുടെ തെരഞ്ഞെടുക്കൽ എന്ന് പറയുന്നത് ഈ ഹൗ ടു പ്രൊഡ്യൂസുമായി ബന്ധപ്പെട്ടതാണ്. അതാണ് രണ്ടാമത്തെ സെൻട്രൽ പ്രോബ്ലം. മൂന്നാമത്തെ സെൻട്രൽ പ്രോബ്ലം ആണ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. അതായത് ഫസ്റ്റ് നമ്മൾ പറഞ്ഞു എന്ത് ഉൽപ്പാദിപ്പിക്കണം എന്ന് പറഞ്ഞു, രണ്ട് എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, മൂന്ന് ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. അതായത് ആർക്ക് വേണ്ടി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഇവിടെ വരുന്നതെന്ന് അറിയോ, നമ്മൾ ഉണ്ടാക്കി വെച്ച സാധനം ആർക്കൊക്കെ വിതരണം ചെയ്യണം. അതാണ് ദിസ് ഇംപ്ലൈസ് ദ ഫങ്ഷണൽ ഡിസ്ട്രിബ്യൂഷൻ, വിതരണം. മനസ്സിലായോ? ഉണ്ടാക്കിയ സാധനം ആർക്കൊക്കെ കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നതാണ് മൂന്നാമത്തെ ചോദ്യം. അപ്പോൾ ഒരു ഇക്കോണമി ഈ പറയുന്ന മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണം എന്നുള്ളതാണ് ഒരു ഇക്കോണമിയുടെ സെൻട്രൽ ആയിട്ടുള്ള പ്രോബ്ലം കേട്ടോ. അപ്പൊ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമി ചോദിക്കുകയാണെങ്കിൽ ആദ്യം ഇൻട്രൊഡക്ഷൻ എഴുതാ, പിന്നെ മൂന്ന് ചോദ്യങ്ങൾ എഴുതാ. ഈ മൂന്ന് ചോദ്യങ്ങൾ ഇതുപോലെ ഹെഡിങ് തിരിച്ച് എഴുതിയാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോകാം. 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. അതായത് ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ, ഒരു സാധനം ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ നമുക്ക് മസ്റ്റ് ആയിട്ടും വേണ്ട ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട് അല്ലെ. ഉൽപാദനത്തിന് വേണ്ട ചില ഫാക്ടറുകൾ ഉണ്ട്. എന്തൊക്കെയാ? നമുക്ക് ലാൻഡ് വേണം, ലേബർ തൊഴിലാളി വേണം, ക്യാപിറ്റൽ മൂലധനം വേണം, പിന്നെ സ്ഥാപനം ഉണ്ടായിരിക്കണം. ഈ പറയുന്ന 4 ഫാക്ടേഴ്സ് ഉണ്ടെങ്കിലേ നമുക്ക് ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഏതൊക്കെയാണ്? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. ഇതിനെയാണ് നമ്മൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയാ. ഇതിനൊക്കെ നമുക്ക് എന്ത് കൊടുക്കണം? റിവാർഡ് കൊടുക്കണം അല്ലെ. ലാൻഡ്, നമുക്കിപ്പോ സ്ഥലമില്ല, നമുക്ക് കൃഷി ചെയ്യാൻ സ്ഥലം ഇല്ലെങ്കിൽ നമുക്ക് സ്ഥലമുള്ള ആളുകളുടെ കയ്യിൽ നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് നാളത്തേക്ക് നമ്മൾ ആ സ്ഥലം നമ്മൾ പാട്ടത്തിനെടുക്കുകയോ അല്ലെങ്കിൽ കുറച്ച് ആളുകൾ ലീസിന് എടുക്കുകയോ ചെയ്യും അല്ലെ. അപ്പൊ നമ്മൾ അയാൾക്ക് കൊടുക്കുന്ന പ്രതിഫലം എന്താ? റെന്റ് ആണ്, വാടകയാണ് അല്ലെ. 2 തൊഴിലാളികൾ, നമ്മുടെ സ്ഥാപനത്തിലെ തൊഴിലാളികൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്ന പ്രതിഫലം എന്താ? വേജസ്, വേതനമാണ്. 3 ക്യാപിറ്റൽ, ഒരു ബിസിനസ്സിലോട്ട് ഒരു ഓണർ അല്ല ഒരു ഉടമസ്ഥൻ കുറച്ച് മൂലധനം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്ക് അതിന് എന്ത് കിട്ടണം? പലിശ കിട്ടണം അല്ലെ. അപ്പൊ ക്യാപിറ്റലിന് കൊടുക്കുന്ന പ്രതിഫലം എന്താണ്? ഇൻട്രസ്റ്റ് ആണ്, പലിശയാണ്. 3 സ്ഥാപനത്തിന് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സ്ഥാപനം എന്തിനാ ചെയ്യണേ? പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ ഒരു ഓർഗനൈസേഷന്റെ റിവാർഡ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആണ്. അപ്പൊ 4 ഫാക്ടേഴ്സ് ആണ് പഠിക്കാനുള്ളത്: ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. ഈ 4 ഫാക്ടേഴ്സിനും എന്തുണ്ട്? റിവാർഡ് ഉണ്ട്, പ്രതിഫലം കൊടുക്കുന്നുണ്ട്. ലാൻഡിന് റെന്റ്, ലേബറിന് വേജസ്, ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ്, ഓർഗനൈസേഷന് പ്രോഫിറ്റ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് അഥവാ PPC എന്ന് പറയും, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ അങ്ങനെയും പറയാറുണ്ട്. ഓക്കെ, PPC എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ the collection of all possible combination of goods and services that can be produced from a given level of resources and a given level of technology is known as production possibility set അല്ലെങ്കിൽ PPS എന്ന് പറയും. ഇതിനെ നമ്മൾ ഗ്രാഫിൽ റെപ്രസെന്റ് ചെയ്യുന്നതാണ് PPC. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊരു 1 ഏക്കർ ലാൻഡ് ഉണ്ടെന്ന് കരുതാം.
ഈ ഒരേക്കർ ലാൻഡിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാ, രണ്ട് സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, കൃഷി ചെയ്യാൻ പോവാണ്. അതായത് ആദ്യം ഞാൻ എന്ത് ചെയ്തു, റൈസ് കൃഷി ചെയ്തു, റൈസ്, അതുപോലെ വീറ്റ്. ഇങ്ങനെ രണ്ട് ചോയ്സ് ആണ് എനിക്ക് മുമ്പിലുള്ളത്. ഞാൻ എന്ത് ചെയ്തു, ഈ പറയുന്ന ലാൻഡിൽ ഫുള്ളായിട്ട് ഞാൻ റൈസ് കൃഷി ചെയ്തപ്പോൾ എനിക്ക് റൈസ് ഒരു എത്ര യൂണിറ്റ് കിട്ടി എന്ന് കരുതാം, ഒരു 14 യൂണിറ്റ് കിട്ടി. വീറ്റ് എനിക്ക് ഒന്നും കിട്ടിയില്ല, കാരണം ഫുള്ള് ഞാൻ റൈസ് അല്ലേ കൃഷി ചെയ്തത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഏക്കർ ലാൻഡിൽ ഞാൻ എന്ത് ചെയ്തു, റൈസ് ഞാൻ കൃഷി ചെയ്യാണ്. അതായത് നെല്ലാണ്, പാഡി ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് കൃഷി ചെയ്തപ്പോൾ എനിക്ക് 14 യൂണിറ്റ് റൈസ് കിട്ടി. വീറ്റ് എനിക്ക് ഒന്നുമില്ല. ഞാൻ പിന്നെ എന്ത് ചെയ്തു, ഇതിൽ കുറച്ച് പോർഷൻ, അതായത് കുറച്ച് ഏരിയ ഞാൻ വീറ്റിന് വേണ്ടി മാറ്റി വെച്ചപ്പോൾ എനിക്ക് എന്താണ്, റൈസിന്റെ ഉൽപാദനം കുറഞ്ഞ് 10 വീറ്റ് എനിക്ക് 1 യൂണിറ്റ് കിട്ടി. കുറച്ചുകൂടി കൂടുതൽ ഭാഗം ഞാൻ എന്ത് ചെയ്തു, വീറ്റിന് വേണ്ടി ഉപയോഗിച്ചു. അപ്പൊ എന്തായി, ഓട്ടോമാറ്റിക്കലി റൈസ് കുറഞ്ഞു, റൈസ് 6 യൂണിറ്റ് ആയി, വീറ്റ് ഒരു 2 യൂണിറ്റ് ആയി എന്ന് കരുതാം. ഇനി കുറച്ചുകൂടി കൂടുതൽ ഭാഗം ഞാൻ എന്ത് ചെയ്തു, വീറ്റിന് വേണ്ടി ഉപയോഗിച്ചപ്പോൾ റൈസ് 4 നമ്മുടെ വീറ്റ് ഒരു 3 പിന്നെ എനിക്ക് മനസ്സിലായി ഏറ്റവും നല്ല കൃഷി വീറ്റാന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഫുള്ളായിട്ട് ഞാൻ വീറ്റ് കൃഷി ചെയ്തു, ഫുള്ള് ഞാൻ വീറ്റ് കൃഷി ചെയ്തു. അപ്പൊ റൈസ് എന്തായി, റൈസ് 0 ആയി, വീറ്റ് ഒരു 4 യൂണിറ്റ് ആയി. അപ്പൊ ഇങ്ങനെ നമ്മൾ 2 യൂണിറ്റുകൾ, അതായത് 2 ഗുഡുകളാണ് റൈസും വീറ്റും. അതായത് നമ്മുടെ കയ്യിലുള്ള ടെക്നോളജി കണ്ടോ, നമ്മുടെ കയ്യിലുള്ള ടെക്നോളജിയും നമ്മുടെ കയ്യിലുള്ള റിസോഴ്സും വെച്ചുകൊണ്ട്, നമ്മുടെ കയ്യിലുള്ള ടെക്നോളജി, സാങ്കേതിക വിദ്യയും നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ്, വിഭവങ്ങളും വെച്ചുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന 2 സാധനങ്ങളിലെ ഈ 2 സാധനങ്ങളുടെ കോമ്പിനേഷനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ്. അപ്പൊ ഫസ്റ്റ് കോമ്പിനേഷൻ ഏതാ, ഫസ്റ്റ് കോമ്പിനേഷൻ 14-0 അല്ലെ. അടുത്ത കോമ്പിനേഷനോ 10-1, അടുത്ത കോമ്പിനേഷൻ 6-2, അടുത്ത കോമ്പിനേഷൻ 4-3, അടുത്ത കോമ്പിനേഷനോ 0-4 അല്ലെ. അപ്പൊ ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന 2 സാധനങ്ങളുടെ ഈ ഓരോ കോമ്പിനേഷനെ പറയുന്ന പേരാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് എന്നാണ് പറയാ. ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റിന് ഈ കോമ്പിനേഷൻ ഞാൻ ഗ്രാഫായിട്ട് വരയ്ക്കില്ലേ, ഗ്രാഫായിട്ട് വരയ്ക്കുന്ന കർവിനെ പറയുന്ന പേരാണ് PPC, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. ദ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് ഈസ് നോൺ ആസ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. അപ്പൊ എന്താണ് PPC ചോദിച്ചാൽ ഈ ഒരു സെന്റൻസ് എഴുതിയാൽ പോരാ, ആദ്യം PPS എന്താന്ന് പറയുന്നത്. എന്താ PPS പറഞ്ഞാൽ, ദ കളക്ഷൻ ഓഫ് ഓൾ പോസിബിൾ കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ഫ്രം എ ഗിവൻ ലെവൽ ഓഫ് റിസോഴ്സസ് ആൻഡ് ഗിവൻ ലെവൽ ഓഫ് ടെക്നോളജി. അതായത് നമ്മുടെ കയ്യിലുള്ള റിസോഴ്സുകളും നമ്മുടെ കയ്യിലുള്ള ടെക്നോളജിയും ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും കോമ്പിനേഷനിലെ അതിന്റെ കളക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് എന്ന് പറയാ. ഇതിനെ ഗ്രാഫിൽ റെപ്രസെന്റ് ചെയ്യുന്നതാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. ഇത് പഠിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി എങ്ങനെയാണ് നമുക്കൊരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് വരയ്ക്കാമെന്ന് നമുക്ക് നോക്കാം. നമുക്കിവിടെ 2 പ്രൊഡക്റ്റുകൾ ഉണ്ട്. 2 പ്രൊഡക്റ്റുകളാണ് നമുക്കുള്ളത്. ഗുഡ് 1 ഉണ്ട്, ഗുഡ് 2 ഉണ്ട് അല്ലെ. അപ്പൊ ഗുഡ് 1 നോക്കി മക്കളെ, നിങ്ങളോട് തന്നെ സ്വയമായിട്ട് നിങ്ങളോട് എന്ത് പറയും, ചിലപ്പോൾ ടേബിൾ ഉണ്ടാക്കാൻ പറയും കേട്ടോ. അങ്ങനെ നിങ്ങളോട് സ്വയമായിട്ട് ഇമാജിനറി ആയിട്ട് നിങ്ങളൊരു ടേബിൾ ഉണ്ടാക്കിയിട്ട് PPC വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യമുണ്ട്. ടേബിൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യമുണ്ട്. ഒന്ന്, ഒരു ഗുഡ് എന്ത് ചെയ്യണം, 0യിൽ തുടങ്ങണം. ഒരു ഗുഡ് എന്ത് ചെയ്യണം, 0യിൽ സ്റ്റാർട്ട് ചെയ്യണം. 0യിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ കൂടി ഇൻക്രീസ് ചെയ്യുന്ന രീതിയിൽ വരണം. 0, 1, 2, 3, 4 അല്ലെങ്കിൽ 0, 3, 5 അങ്ങനെ ഇൻക്രീസ് ചെയ്യാവുന്ന രീതിയിൽ വേണം ഒരു ഗുഡ് വരാനായിട്ട്. മറ്റൊരു ഗുഡോ ഇങ്ങനെ ഡിക്രീസ് ചെയ്ത് അവസാനം എവിടെ അവസാനിക്കണം, 0യിൽ അവസാനിക്കണം. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക, നിങ്ങളുടെ അടുത്ത് സ്വന്തമായിട്ട് ഒരു PPC വരയ്ക്കാൻ പറയുകയും നിങ്ങളുടെ സ്വന്തമായിട്ട് ടേബിൾ ഇമാജിനറി ആയിട്ട് വരച്ചിട്ട് PPC വരയ്ക്കാൻ പറഞ്ഞാൽ ആ ടേബിൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. എന്താണ്, 2 ഗുഡുകൾ ഉണ്ടായിരിക്കണം. ഒരു ഗുഡ് 0യിൽ തുടങ്ങണം, മറ്റൊരു ഗുഡ് 0യിൽ അവസാനിക്കണം. 0യിൽ തുടങ്ങുന്ന ഗുഡ് ഇൻക്രീസ് ചെയ്ത് വരുന്ന രീതിയിലും 0യിൽ അവസാനിക്കുന്ന ഗുഡോ ഡിക്രീസ് ചെയ്ത് വരാവുന്ന രീതിയിലും ആയിരിക്കണം. ഇനിയിപ്പോ ഗുഡ് 1 ഇപ്പുറത്തും ഗുഡ് 2 ഇപ്പുറത്താണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, അത് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, ഇനി ഈ ഓരോ കോമ്പിനേഷനിലെ ഗുഡ് 1 0 ഉണ്ടാക്കി, ഗുഡ് 2 14. അപ്പൊ നമുക്ക് 0 14 നമുക്ക് എഴുതാം അല്ലെ. 0 14, അടുത്ത 1 10 കണ്ടോ, 2 6, അടുത്ത 3 4, അടുത്ത 4 0. അപ്പൊ ഇങ്ങനെ നമ്മൾ എഴുതിയില്ല, ഇങ്ങനെ കോമറ്റ് എഴുതിയില്ല, ഇതിനെയാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് എന്ന് പറയാം. ഓക്കെ അല്ലെ. ഇനി ഇതിനെ ഗ്രാഫിൽ റെപ്രസെന്റ് ചെയ്യുന്നതാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. ഞാൻ ഗ്രാഫ് വരച്ച് കാണിച്ചു തരാം, സാർ പ്ലെയിൻ ആക്കിക്കോളൂ. ഗ്രാഫ് വരച്ച് കാണിച്ചു തരാം. അതായത് നമുക്ക് 2 ആക്സിസ് ഉണ്ടായിരിക്കണം, X ആക്സിസ് ആൻഡ് Y ആക്സിസ്. ദിസ് ഈസ് X ആക്സിസ്, ഇത് Y ആക്സിസ് ആണ്.
അപ്പൊ y എന്ന് കൊടുക്കാം നമുക്ക്. ഇവിടെ ഗുഡ് 1 നമുക്ക് മാർക്ക് ചെയ്യാം, ഇവിടെ ഗുഡ് 1 മാർക്ക് ചെയ്യാം. ഇത് എങ്ങനെ വേണമെങ്കിലും വേണമെങ്കിൽ മാർക്ക് ചെയ്യാം കേട്ടോ. ഗുഡ് 1 വേണമെങ്കിൽ നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം, അതിൽ തെറ്റൊന്നുമില്ല. ഇവിടെ ഗുഡ് 1 ഞാനിപ്പോ ഗുഡ് 1 എക്സ് ആക്സിസിലും ഗുഡ് 2 വൈ ആക്സിസിലാണ് ഞാൻ റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഗുഡ് 1ൽ നമുക്കറിയാം 0 തൊട്ട് 4 വരെയാണുള്ളത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, സ്റ്റാർട്ടിംഗ് പോയിന്റ് ഒറിജിൻ നമുക്ക് 0 എന്ന് കൊടുക്കുന്നു, ഇവിടെ 1 എന്ന് കൊടുക്കുന്നു, ഇവിടെ 2 എന്ന് കൊടുക്കുന്നു, ഇവിടെ 3 എന്ന് കൊടുക്കുന്നു, ഇവിടെ 4 എന്ന് കൊടുക്കുന്നു. ഓക്കെ അല്ലേ? അപ്പൊ 0, 1, 2, 3, 4 ആണ് ഗുഡ് 1 എന്ന് പറയുന്ന ടേബിളിലുള്ളത്. ഗുഡ് 2ലാണെങ്കിലോ 14, 10, 6, 4, 0 ആണ് അല്ലെ? 14, 10, 6, 4, 0. അപ്പൊ ഏറ്റവും വലുത് 14 ആണ്. അപ്പൊ 14 വരാവുന്ന രീതിയിൽ എന്ത് ചെയ്യുക, വൈ ആക്സിനെ അറേഞ്ച് ചെയ്യുക. അപ്പൊ ഞാൻ 2, 4, 6 ഇട്ടെന്ന് കൊടുക്കാൻ പോവാണ്. 2, 4, 6, 8, 10, 12, 14 ഇങ്ങനെയാണ് ഞാൻ കൊടുക്കാൻ പോണത്. അപ്പൊ ഫസ്റ്റ് കോമ്പിനേഷൻ എന്താ? ഫസ്റ്റ് കോമ്പിനേഷൻ 0, 14 അല്ലെ? അതായത് എക്സ് ആക്സിസിൽ 0 എടുക്കുക, വൈ ആക്സിസിൽ 14. അപ്പൊ ഇതാണ് നമ്മുടെ പോയിന്റ്. അപ്പൊ അവിടെ ഒരു പോയിന്റ് പ്ലോട്ട് ചെയ്യാം. അടുത്തതോ 110 ആണ് നമ്മുടെ ഫസ്റ്റ് സെക്കൻഡ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ്. എന്താ? 110. അതായത് ഗുഡ് 1 1 യൂണിറ്റും ഗുഡ് 2 10 യൂണിറ്റും. അപ്പൊ ഏകദേശം ഗുഡ് 1ൽ എന്ത് ചെയ്യുക, 1 എടുക്കുക, ഗുഡ് 2ൽ എന്ത് ചെയ്യുക, 10 എടുക്കുക. അപ്പൊ ഇതാണ് പോയിന്റ്. അടുത്ത പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് എന്ന് പറയുന്നത് 2, 6 ആണ്. അതായത് ഗുഡ് 1 2ഉം ഗുഡ് 2 6ഉം. അപ്പൊ ഇതിൽ 2 എടുക്കുക, ഇതിൽ 6 എടുക്കുക. അപ്പൊ ഏകദേശം ഇവിടെ വരും. അടുത്തത് വരുന്നതോ 3, 4 ആണ്. 3, 4 അതായത് ഗുഡ് 1ൽ നമ്മൾ 3 എടുക്കുക, മറ്റോട് നമ്മൾ 4 എടുക്കുക. അപ്പൊ ഏകദേശം ഇവിടെയാണ് വരിക. അടുത്ത ലാസ്റ്റ് 1 4, 0 ആണ്. 4, 0 അതായത് ഗുഡ് 1ൽ 4ഉം ഗുഡ് 2ൽ 0 ആണ് വരിക. അപ്പൊ ഏകദേശം ഇവിടെ വരും. നമ്മൾ എന്ത് ചെയ്യാ, യെസ് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ വെച്ച് വരക്കില്ലേ? യെസ്, ഇതാണ് നമ്മുടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറഞ്ഞാൽ. ക്ലിയർ അല്ലേ? ഇത് എ എന്ന് പറയുന്ന കോമ്പിനേഷൻ, ഇത് ബി ആണ്, ഇത് സി ആണ്, ഇത് ഡി ആണ്, ഇത് ഇ ആണ്. നമുക്ക് വേണമെങ്കിൽ ഈ സെറ്റോടെ എഴുതിയേക്കാം കേട്ടോ. 0, 14, അതേപോലെ തന്നെ 1, 10, അതുപോലെ 2, 6. നിങ്ങൾ മിക്കവാറും നിങ്ങൾ വരയ്ക്കുന്ന പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഒരു കോൺകേവ് ഷേപ്പിലായിരിക്കും കേട്ടോ. അതായത് ഞാൻ കാണിച്ചു തരാം. സാധാരണ നമുക്ക് PPC കർവ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഷേപ്പിലായിരിക്കും നമുക്ക് കിട്ടുക കേട്ടോ. ഇങ്ങനെ ഒരു ഷേപ്പിലായിരിക്കും കിട്ടുക. അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ ഒരു ഷേപ്പിലായിരിക്കും കിട്ടുക. നമ്മുടെ അളവുകൾ കുറച്ച് ഡിഫറെന്റ് ആയതുകൊണ്ടാണ് ഈ ഒരു ഷേപ്പിൽ. എന്നാലും നമുക്ക് ഒരു കോൺകേവ് ഷേപ്പിൽ ഒറിജിനിൽ നോക്കുമ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഒരു ഉള്ളിലോട്ട് തള്ളിയ രീതിയിലുള്ള ഒരു ഷേപ്പാണ് കോൺകേവ് ഷേപ്പ് എന്നാണ് പറയുക. അപ്പൊ ഈ കോൺകേവ് ഷേപ്പിലാണ് സാധാരണ PPC കർവ് ഇരിക്കുന്നത്. കോൺവെക്സോ സ്ട്രെയിറ്റ് ലൈനോ ആവാം, പക്ഷെ നോർമലി ഒരു PPC കർവ് എപ്പോഴും ഏത് ഷേപ്പിലായിരിക്കും? കോൺകേവ് ഷേപ്പിലായിരിക്കും കേട്ടോ. അപ്പൊ ഇതൊന്ന് പഠിച്ചു വെക്കുക, PPC വരയ്ക്കാൻ പഠിച്ചു വെക്കുക. എക്സ് ആക്സിൽ ഗുഡ് 1ഉം വൈ ആക്സിൽ ഗുഡ് 2 ആണ് മാർക്ക് ചെയ്യേണ്ടത്. ഈ അളവുകൾക്കനുസരിച്ച് പോയിന്റ് ഇട്ട് കൊടുക്കുക. കൈ വെച്ചാണ് വരയ്ക്കേണ്ടത്, സ്കെയിലൊന്നും വെച്ച് വരയ്ക്കേണ്ട. കൈ വെച്ചൊരു ഫ്രീ ഹാൻഡ് കർവ് ആണ് കേട്ടോ. ഇതിനെയാണ് നമ്മൾ PPC കർവ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ PPC കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് പഠിക്കാനായിട്ടുള്ളത് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ്. എന്താണ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്? MOC നമുക്ക് അതിനെ ഷോർട്ടാക്കി പറയാം. MOC of an additional unit of good is defined as the number of units of a good sacrificed to produce an additional unit of the other good. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഗുഡ് നമുക്ക് എക്സ്ട്രാ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു ഗുഡ് നമ്മൾ എത്രത്തോളം സാക്രിഫൈസ് ചെയ്യുന്നു. സാക്രിഫൈസ് ചെയ്യുന്ന പറഞ്ഞാൽ എന്താ? വേണ്ടാന്ന് വെക്കുന്നു. അതിനെയാണ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് പറയുക. അത് കൃത്യമായിട്ട് ഞാനത് നമ്മുടെ പ്രോബ്ലത്തിൽ കാണിച്ചു തരാം, നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും ഒരു പ്രോബ്ലം. ഓക്കെ, നമുക്കിപ്പോൾ 2 ഗുഡുകളാണുള്ളത്. ഗുഡ് 1 ഉണ്ട്, ഗുഡ് 2 ഉണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ നേരത്തെ ചെയ്ത പ്രോബ്ലം ആണ്. നമ്മൾ PPC വരയ്ക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള അതേ സെയിം പ്രോബ്ലത്തിൽ എങ്ങനെയാണ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് വർക്ക്ഔട്ട് ചെയ്യാന്ന് പറഞ്ഞു തരാം. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, നില്ലിടുക, ഒരു ഡാഷ് ഇടുക അവിടെ നില്ല്. ഫസ്റ്റ് കോമ്പിനേഷൻ ഒരിക്കലും നമുക്ക് MOC ഉണ്ടാവില്ല, മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉണ്ടാവില്ല. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഇവിടെ ഒരു ഗുഡ് കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടി മറ്റൊരു ഗുഡ് എത്രത്തോളം സാക്രിഫൈസ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഏത് ഗുഡാണ് ഇൻക്രീസ് ചെയ്ത് വരുന്നത്? ഗുഡ് 1 ആണ് അല്ലെ? ഗുഡ് 1 ആണ്. 0, 1, 2, 3, 4 നിങ്ങൾ കൂടി വരികയാണ്. അപ്പൊ ഗുഡ് 1 നമുക്ക് ഓരോ യൂണിറ്റും കൂടുതൽ ഉണ്ടാക്കാൻ ഗുഡ് 2 നമ്മൾ എന്ത് ചെയ്യുന്നു? സാക്രിഫൈസ് ചെയ്യുന്നു, വേണ്ടാന്ന് വെക്കുന്നു. ആദ്യം 14 യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ച സ്ഥാനത്ത് രണ്ടാമത് വന്നപ്പോ എന്തായി? 12 യൂണിറ്റ് ആയി അല്ലെ? അപ്പൊ ഇവിടെയോ 0 എന്നുള്ളത് 1 ആയി. അപ്പൊ 0 എന്നുള്ളത് 1 ആയപ്പോൾ നമുക്ക് ഇവിടെ 1 യൂണിറ്റ് കൂടുതൽ ഉണ്ടാക്കാൻ പറ്റി. ശരിയല്ലേ? 1 യൂണിറ്റ് അവിടെ കൂടുതൽ ഉണ്ടാക്കാൻ പറ്റി. അപ്പൊ ഇവിടെ 1 യൂണിറ്റ് കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ എത്രത്തോളം വേണ്ടാന്ന് വെച്ചു?
14 എന്നുള്ളത് എന്തായി 12 ആയി. അപ്പൊ എത്ര കുറഞ്ഞു? യെസ്, 2 കുറഞ്ഞു. അപ്പൊ നമുക്ക് MOC കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? കുറയുന്ന ഡിഫറൻസിനെ എന്ത് ചെയ്യുക? കൂടിയ ഡിഫറൻസ് വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? MOC കിട്ടും. അതായത് ശ്രദ്ധിക്കുക, ഇവിടെ ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു യൂണിറ്റ് എക്സ്ട്രാ ഉണ്ടാക്കിയില്ല. 0 എന്നുള്ളത് 1 ആയപ്പോ 0 എന്ന് പറയുന്ന പ്രൊഡക്ഷനിൽ നിന്ന് 1 യൂണിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ എത്രത്തോളം വേണ്ടാന്ന് വെച്ചു? 14 എന്നുള്ളത് 12 ആയില്ല. അപ്പൊ കുറഞ്ഞു. എത്ര കുറഞ്ഞു? 2 കുറഞ്ഞു. കുറഞ്ഞത് വേണം നിങ്ങൾ മുകളിൽ എഴുതാനായിട്ട്, ശ്രദ്ധിക്കണം. അപ്പൊ 14 എന്നുള്ളത് എന്തായി? 12 ആയില്ല. അപ്പൊ 2 യൂണിറ്റ് അല്ലേ കുറഞ്ഞത്? അപ്പൊ 2 മുകളിൽ എഴുതാം. ഇവിടെ എത്ര കൂടി? 0 എന്നുള്ളത് 1 ആയില്ല. അപ്പൊ 1 കൂടി. അപ്പൊ 2 അടിയിൽ 1 ഇട്ട് കൊടുക്കുക. ഇവിടെ കൂടിയ നമ്പർ ആണ്, അടിയിൽ ഇട്ട് കൊടുക്കണം. അപ്പൊ നമുക്ക് 2. ഇതാണ് MOC. അടുത്തതോ? യെസ്, അടുത്തത് 12 എന്നുള്ളത് എന്തായി? 9 ആയില്ലേ? 12 എന്നുള്ളത് 9 ആയി. അപ്പൊ എത്ര കുറഞ്ഞു? ഒരു 3 യൂണിറ്റ് കുറഞ്ഞു. ഇവിടെയോ 1 എന്നുള്ളത് 2 ആയില്ലേ? അപ്പൊ ഇവിടെ ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ 3 യൂണിറ്റ് നമ്മൾ വേണ്ടാന്ന് വെച്ചു. അപ്പൊ കുറഞ്ഞത് വേണം നമ്മൾ ആദ്യം എഴുതാൻ. അപ്പൊ 12 എന്നുള്ളത് 9 ആയില്ലേ? അപ്പൊ ഒരു 3 യൂണിറ്റ് അല്ലേ കുറഞ്ഞത്? അപ്പൊ 3 ആദ്യം എഴുതാ. ബൈ ഇവിടെ എത്ര കൂടി? 1 എന്നുള്ളത് 2 ആയില്ലേ? അപ്പൊ 1 കൂടി. അപ്പൊ 3/1 3. അടുത്ത് 9 എന്നുള്ളത് 5 ആയി. അപ്പൊ എത്ര ഡിഫറൻസ്? 4 ആണ്. ഇവിടെ 1 ആണ്. അപ്പൊ 4/1 നമുക്ക് എന്ത് കിട്ടി? 4 എന്ന് കിട്ടി. ഇനി 5 എന്നുള്ളത് 0 ആയില്ലേ? അപ്പൊ 5 ന്ന് 0 കുറച്ചാൽ ഇവിടെ ഡിഫറൻസ് എത്രയാ? 5 ആണ്. ഇവിടെയാണെങ്കിൽ 3 എന്നുള്ളത് 4 ആയി. അപ്പൊ 1 കൂടി. അപ്പോൾ 5/1 നമുക്ക് 5 എന്ന് കിട്ടി. മക്കളെ, ഇത് നിങ്ങൾക്ക് ഇനി ഇപ്പൊ ഓർമ്മയില്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും കുറയുന്ന ഡിഫറൻസ് എഴുതി വെച്ചാലും കറക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. 14 12 ആയില്ല. അപ്പൊ എത്ര കുറഞ്ഞത്? 2. അപ്പൊ 2 ആണ് ഇവിടുത്തെ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഇനി 12 എന്നുള്ളത് എന്തായി? 9 ആയില്ലേ? 9 ആയി. അപ്പൊ എത്ര ഡിഫറൻസ്? യെസ്, 12 9 മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? 3 എന്ന് കിട്ടി. ദാറ്റ് ഈസ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അടുത്ത 9 എന്നുള്ളത് 5 ആയില്ലേ? അപ്പൊ എത്ര ഡിഫറൻസ് വന്നിട്ടുള്ളത്? 4 യൂണിറ്റ് ആണ്. അപ്പൊ 4 ഈസ് ദ നെക്സ്റ്റ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ദ ലാസ്റ്റ് വൺ ഈസ് 5 എന്ന് പറയുന്ന ഗുഡ് 2 എന്തായിട്ട് മാറി? 0 ആയിട്ട് കുറഞ്ഞു അല്ലേ? അപ്പൊ എത്ര ഡിഫറൻസ്? 5 - 0 നമുക്ക് 5 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് വർക്ക്ഔട്ട് ചെയ്യുക. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് നിങ്ങൾ PPC വരയ്ക്കാൻ പറഞ്ഞു, മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് വരയ്ക്കാൻ കാണാൻ പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. എപ്പോഴും കുറയുന്ന ഡിഫറൻസ് വേണം എടുക്കാനായിട്ട്. അത് രണ്ടാമത്തെ മുതൽ എടുത്താൽ മതി. ഫസ്റ്റത്തെ എപ്പോഴും എന്തായിരിക്കും? നില്ലായിരിക്കും. അതും ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ ഇത്രയും ടോപ്പിക്കാണ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നമുക്ക് നോക്കാനുള്ളത്. ഇനി മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് പോലെ തന്നെ നോക്കേണ്ട മറ്റൊരു ടോപ്പിക് ഉണ്ട്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. എന്താണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇറ്റ് ഈസ് ദ നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഫോർ ഗോൺ. അതായത് ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ് നമുക്ക് എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എത്രത്തോളം സാക്രിഫൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അവസരാത്മകമായ ചെലവ് എന്നാണ് നമ്മൾ അതിനെ പറയാം കേട്ടോ. അതായത് ഒരു ഗുഡ് എക്സ്ട്രാ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ എത്രത്തോളമാണ് വേണ്ട എന്ന് വെച്ചത്, നെക്സ്റ്റ് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എത്രത്തോളം സാക്രിഫൈസ് ചെയ്തു, അതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ചിലപ്പോൾ എക്സാമിന് 1 മാർക്കിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ ചോദിക്കും, ഡാഷ് ഈസ് ദ നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഫോർ ഗോൺ എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ എന്താണ്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ്. അപ്പൊ അതും ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഇനി ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിലെ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഇതിനെ വെച്ചുകൊണ്ട് നമുക്ക് PPCയുടെ ഷേപ്പ് നിർവചിക്കാൻ പറ്റും. നമുക്ക് നോക്കിയാലോ? യെസ്. അപ്പൊ നെക്സ്റ്റ് ടോപ്പിക് ഇതാണ്. നമ്മുടെ MOC ഇൻക്രീസ് ചെയ്ത് വരികയാണെങ്കിൽ, MOC എന്ന് പറയുന്ന ആ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കൂടിയാണ് വരുന്നതെങ്കിൽ അതിന് ഷേപ്പ് PPC നമ്മൾ വരച്ചാൽ അത് എപ്പോഴും ഏത് ഷേപ്പിലായിരിക്കും? കോൺകേവ് ഷേപ്പിലായിരിക്കും. ഇനി MOC കുറഞ്ഞാണ് വരുന്നതെങ്കിലോ PPC വരച്ചാൽ അത് എപ്പോഴും കോൺവെക്സ് ഷേപ്പിലായിരിക്കും. ഇനി MOC കോൺസ്റ്റന്റ് ആണെങ്കിലോ ഷേപ്പ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഒന്ന് പ്ലെയിൻ ആയിക്കോളൂ സർ. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പൊ ഗുഡ് 1 അതുപോലെ ഗുഡ് 2. അപ്പൊ ഈ ഗുഡ് 1ൽ ഞാൻ കുറച്ച് വാല്യൂസ് എഴുതുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന് 0 ആയി, അത് 1 2 3 4. ഇവിടെ 14 10 12 കൊടുക്കാം. 9 5 0. യെസ്, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലെ. നമുക്കിവിടെ MOC കാണാൻ പോവാണ്, മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കാണാൻ പോവാണ്. മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഫസ്റ്റത്തെ നില്ലാണ്. എപ്പോഴും കുറയുന്നതിന് ഡിഫറൻസ് എടുത്താൽ മതി. കുറച്ച് എളുപ്പത്തിൽ ചെയ്യാൻ വേണമെങ്കിൽ, അതായത് നമ്മൾ കഷ്ടപ്പെട്ട് ഡിവൈഡ് ഒന്നും ചെയ്യേണ്ട. ഏറ്റവും കുറയുന്നത് അതിന് ഡിഫറൻസ് എടുക്കുക. 14 എന്നുള്ളത് 12 ആയില്ലേ? അപ്പൊ എത്ര ഡിഫറൻസ്? 2 ആണ്. 12 എന്നുള്ളത് 9 ആയി, എത്ര ഡിഫറൻസ്? 3. 9 എന്നുള്ളത് 5 ആയി, 4 ആണ്. 5 എന്നുള്ളത് 0 ആയി, അപ്പൊ നമുക്ക് 5 എന്ന് കിട്ടി. അപ്പൊ ഇവിടെ MOCക്ക് എന്താ സംഭവിക്കുന്നത്? മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കൂടിയാണോ വരുന്നത്, കുറഞ്ഞാണോ വരുന്നത്, കോൺസ്റ്റന്റ് ആണോ? ഇവിടെ കൂടിയല്ലേ വരുന്നത്? 2 3 4 5 ഇങ്ങനെ കൂടി വരികയാണ് അല്ലെ. അപ്പൊ അങ്ങനെ MOC ഇവിടെ കൂടി വരികയാണെങ്കിൽ
ഇതിന്റെ PPC കർവ് വരച്ചാൽ നിങ്ങൾക്ക് എപ്പോഴും ഏത് ഷേപ്പിലാണ് കിട്ടുള്ളൂ? ഒരു കോൺകേവ് ഷേപ്പിലായിരിക്കും കിട്ടുക. മനസ്സിലായില്ലേ? അപ്പൊ MOC വെച്ചുകൊണ്ട് നമുക്ക് PPCയുടെ ഷേപ്പ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാ? MOC കൂടി വരികയാണെങ്കിൽ അത് കോൺകേവ് ഷേപ്പിലും, കുറഞ്ഞാണ് വരെങ്കിൽ കോൺവെക്സ് ഷേപ്പിലും, കറക്റ്റ് സെയിം ആയിട്ട് വരികയാണെങ്കിലോ അത് സ്ട്രെയിറ്റ് ലൈനും ആയിരിക്കും. അപ്പൊ അത് നന്നായിട്ട് നോക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. യെസ്, നെക്സ്റ്റ് ടോപ്പിക് ആണ്. ഓക്കെ, നമുക്കിനി എക്സാമിന് പലതവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റിനോട് നമ്മൾ പോവാണ്. നമുക്ക് PPC തരും, എന്നിട്ട് 3 പോയിന്റ് തിരിച്ചറിയാൻ പറയും. എക്സാമിന് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും ചേരാ, ഇതുപോലെ 2 കർവ് ഉണ്ടാവണമെന്നില്ല, ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും പോയിന്റ് തരാം കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഒരു PPC തന്നിട്ട് ഇവിടെ ഒരു പോയിന്റ് ഉണ്ടാവും, ഉള്ളിലൊരു പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ്, പുറത്തൊരു പോയിന്റ്. എന്നിട്ട് ഈ 3 പോയിന്റ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നായിരിക്കും എക്സാമിന് ചോദിക്കുക. അപ്പൊ ഈ ആൽഫബറ്റ്സ് ചിലപ്പോൾ ഇതുപോലെ ആവണമെന്നില്ല, ഇവിടെ BAC എന്നല്ല, ഇവിടെ ചിലപ്പോൾ ഇവിടെ ABC എന്നായിരിക്കും. മനസ്സിലായോ? അപ്പൊ അങ്ങനെയൊക്കെ വരാം. എന്ന് വിചാരിച്ച് B ഇതാണെന്ന് കാണാതെ പഠിച്ചു വെക്കരുത്. ഉള്ളിലുള്ള പോയിന്റ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? ഉള്ളിലുള്ള പോയിന്റ് എന്ന് പറയുന്നത് എന്താണ് അർത്ഥം? യെസ്, ഉള്ളിലാണ്. അതായത് PPCക്ക് ഉള്ളിൽ വന്നാൽ നമ്മൾ ശരിയായ രീതിയിൽ എന്ത് ചെയ്തില്ല? റിസോഴ്സിനെ ഉപയോഗിച്ചില്ല എന്നാണ് അർത്ഥം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഇൻഎഫിഷ്യന്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ്. എഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ കാര്യക്ഷമത അല്ലെ. അപ്പൊ ഇൻഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഎഫിഷ്യന്റ് പറഞ്ഞാൽ നമ്മളെ കാര്യക്ഷമമായിട്ട് ഉപയോഗിച്ചില്ല. ഇൻഎഫിഷ്യന്റ് യൂസ് ഓഫ് റിസോഴ്സസ് എന്ന് എഴുതിയാലും മതി, അല്ലെങ്കിൽ ഇൻഎഫിഷ്യന്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ് എഴുതിയാലും കറക്റ്റ് ആണ്. ഇൻഎഫിഷ്യന്റ് യൂസ് ഓഫ് റിസോഴ്സസ് അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കേട്ടോ. ഇനി കറക്റ്റ് PPCയിലാണ് വരുന്നെങ്കിലോ അത് നല്ല രീതിയിൽ ഉപയോഗിച്ചു. എഫിഷ്യന്റ് യൂസ് ആണ് കേട്ടോ. എഫിഷ്യന്റ് യൂസ് ഓഫ് റിസോഴ്സസ്. നല്ല രീതിയിൽ നമ്മുടെ റിസോഴ്സുകളെ ഉപയോഗിച്ചാൽ PPCയുടെ കറക്റ്റ് PPC എന്ന് പറയുന്ന കർവിലായിരിക്കും നമുക്ക് എന്ത് കിട്ടുക? യെസ്, ആ ഒരു പോയിന്റ് വരിക. ഇനി പുറത്തേക്ക് പോയാലോ? പുറത്തേക്ക് പോയാൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള റിസോഴ്സുകളെ മാക്സിമം നല്ല രീതിയിൽ ഉപയോഗിച്ച് നമുക്ക് PPC ഇങ്ങനെ കിട്ടും. ഇനി ഒരിക്കലും PPC പുറത്തോട്ട് പോവില്ല. ഇനി PPCക്ക് പുറത്തോട്ട് പോകണമെങ്കിൽ നമ്മുടെ റിസോഴ്സുകൾ ഇനി വീണ്ടും കൊണ്ടുവരണം. അപ്പൊ റിസോഴ്സുകൾക്ക് ഗ്രോത്ത് ഉണ്ടാവണം. അപ്പൊ ഗ്രോത്ത് ഓഫ് റിസോഴ്സ് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പൊ PPCയുടെ അകത്തുള്ള പോയിന്റ് ഇൻഎഫിഷ്യന്റ് യൂട്ടിലൈസേഷൻ, PPCയിലുള്ള പോയിന്റ് എഫിഷ്യന്റ് യൂട്ടിലൈസേഷൻ, പുറത്തുള്ള പോയിന്റോ ഗ്രോത്ത് ഓഫ് റിസോഴ്സ്. പഠിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് പലതവണ ചോദിച്ചിട്ടുണ്ട്. PPC തന്നിട്ട് ഈ 3 പോയിന്റ് പ്ലോട്ട് ചെയ്യാനായിട്ട് ചോദിക്കും. അത് ചിലപ്പോൾ ആൽഫബറ്റ്സ് ഇട്ട് തരാം, അല്ലെങ്കിൽ ഇതുപോലെ 3 പോയിന്റ് ആയിട്ട് തരാം. അപ്പൊ നിങ്ങൾ പഠിക്കേണ്ടത് ഇങ്ങനെ പഠിച്ചു വെക്കുക. ഉള്ളിലുള്ള പോയിന്റ് ഇൻഎഫിഷ്യന്റ് യൂസ്, PPCയിലുള്ള പോയിന്റ് എഫിഷ്യന്റ് യൂസ്, പുറത്തുള്ള പോയിന്റോ യെസ് ഗ്രോത്ത് ഓഫ് റിസോഴ്സസ് കേട്ടോ. ഇനി ഈ റിസോഴ്സിന് പകരം അൺഎംപ്ലോയ്മെന്റ്, ഫുൾ എംപ്ലോയ്മെന്റ്, പിന്നെ ഗ്രോത്ത് ഓഫ് എംപ്ലോയ്മെന്റ് അങ്ങനെ വേണമെങ്കിൽ പറയാം റിസോഴ്സിന് പകരം കേട്ടോ. അങ്ങനെയും പറഞ്ഞാലും കറക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ PPC എന്ന് പറയുന്ന ടോപ്പിക് നമ്മുടെ ഇതോടുകൂടി തീരുകയാണ്. ഇനി ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഓർഗനൈസേഷൻ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ് ആണ്. ഇതിൽ നിന്നും ഉറപ്പായിട്ടും എക്സാമിന്റെ ക്വസ്റ്റ്യൻ വരും. അത് പബ്ലിക് ആയിക്കോട്ടെ, ഓണപരീക്ഷ ആയിക്കോട്ടെ, ഉറപ്പായിട്ടും ഈ ഒരു ടോപ്പിക്കിന് ഷുവർ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കട്ടെ. 100% ഉറപ്പായിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. അതായത് നമ്മുടെ ഇക്കോണമി നമുക്ക് 3 ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. ഒന്ന് സോഷ്യലിസ്റ്റ് ഇക്കോണമി അല്ലെ, നമുക്കറിയാം സോഷ്യലിസം നിങ്ങൾ കേട്ടിട്ടുണ്ട്, നിങ്ങൾ സോഷ്യൽ സയൻസിലൊക്കെ പഠിച്ചിട്ടുണ്ട്. സോഷ്യലിസ്റ്റും ഉണ്ട്. രണ്ടാമത് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ കേട്ടിട്ടുണ്ടാവും. മുതലാളിത്തമാണ്, മുതലാളിമാരായിരിക്കും അവരുണ്ടാവുക അല്ലെ. 3 ഇതിന് രണ്ടിന്റെയും കൂടിയിട്ട് ഒരു മിക്സ് ഉണ്ട്, അതാണ് മിക്സഡ് ഇക്കോണമി, മിശ്ര സമ്പദ് വ്യവസ്ഥ. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഇതിൽ ഏത് കാറ്റഗറിയിലെ പെടാം? മിക്സഡ് ഇക്കോണമി. ഇന്ത്യ ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം ഇത് 3 തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. സോഷ്യലിസ്റ്റ് ഇക്കോണമി അഥവാ സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി എന്ന് പറഞ്ഞാൽ അവിടെ പബ്ലിക് സെക്ടർ ആയിരിക്കും ഉണ്ടായിരിക്കുക. പബ്ലിക് സെക്ടർ ആരാ? യെസ്, ഗവൺമെന്റ് ആണ് അല്ലെ, ഗവൺമെന്റ് സെക്ടർ ആണ്. പക്ഷെ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി എന്ന് പറഞ്ഞാൽ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ മുതലാളിമാരല്ലേ അവിടെ ഉള്ളത്. അപ്പൊ അവിടെ പ്രൈവറ്റ് ഓണേഴ്സ്, സ്വകാര്യ വ്യക്തികളായിരിക്കും. മിക്സഡിൽ രണ്ടുണ്ട്. ആരൊക്കെയാ? പബ്ലിക് ഉണ്ട്, പ്രൈവറ്റ് ഉണ്ട്. മനസ്സിലായില്ലേ? ഗവൺമെന്റ് ഉണ്ട്, സ്വകാര്യ വ്യക്തികളുണ്ട്. അപ്പൊ ഇത് രണ്ടും പഠിച്ചാൽ ഓട്ടോമാറ്റിക്കലി ഇത് കിട്ടും. എക്സാമിന് ഇത് രണ്ടാണ് കൂടുതലും ചോദിക്കാറ്. എക്സാമിന് എപ്പോഴും ചോദിക്കുന്നത് ഇത് രണ്ടും ഡിഫറൻസ് ആണ്. അപ്പൊ ഡിഫറൻസ് ചോദിക്കും നിങ്ങൾ എന്ത് ചെയ്യുക? ഇതുപോലെ വരച്ച് ഡിഫറൻസ് ചെയ്താൽ ഫുൾ മാർക്ക് കിട്ടും. അത് സോഷ്യലിസ്റ്റിൽ ആരാണ് മക്കളെ? സോഷ്യലിസ്റ്റ് അഥവാ സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി, ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി അഥവാ മാർക്കറ്റ് ഇക്കോണമി എന്ന് പറയാറുണ്ട്. ചിലപ്പോൾ എക്സാമിന് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി ആൻഡ് മാർക്കറ്റ് ഇക്കോണമി എന്നായിരിക്കും ചിലപ്പോൾ ചോദിക്കുക. മനസ്സിലായില്ല? ഇപ്പൊ വേറെ പേരുകൾ ചോദിക്കാം. അപ്പൊ ഇവിടെ ആരാണ്? പബ്ലിക് സെക്ടർ, ഇവിടെ പ്രൈവറ്റ് സെക്ടർ ആണ്. ഇവിടെ ശ്രദ്ധിക്കുക കേട്ടോ, പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് സോഷ്യലിസ്റ്റ് ഇക്കോണമി അഥവാ സെൻട്രലി പ്ലാൻഡ് ഇക്കോണമിയിൽ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് പ്ലാനിംഗ് അതോറിറ്റി വഴിയാണ്. 1 മാർക്കിന് ചോദിക്കുക കേട്ടോ. അപ്പൊ പ്രോബ്ലംസ് ആർ സോൾവ്ഡ് ത്രൂ പ്ലാനിംഗ് അതോറിറ്റി. പക്ഷേ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി അഥവാ മാർക്കറ്റ് ഇക്കോണമിയിലോ പ്രോബ്ലംസ് ആർ സോൾവ്ഡ് ത്രൂ പ്രൈസ് മെക്കാനിസം. പഠിച്ചു വെക്കുക,
വെരി വെരി ഇമ്പോർട്ടന്റ്. സോഷ്യലിസ്റ്റിൽ ആരാണ്? പ്ലാനിംഗ് അതോറിറ്റി വഴിയാണ് പ്രോബ്ലം സോൾവ് ചെയ്യുക. ക്യാപിറ്റലിസ്റ്റിലാണെങ്കിലോ പ്രൈസ് മെക്കാനിസം വഴിയാണ് പ്രോബ്ലം സോൾവ് ചെയ്യുക. അപ്പൊ മിക്സഡിലോ മക്കളെ, മിക്സഡിൽ രണ്ടിന്റെ മിക്സ് ആണ്. ആരൊക്കെയുണ്ട്? പ്ലാനിംഗ് അതോറിറ്റി ഉണ്ട്, പ്രൈസ് മെക്കാനിസം ഉണ്ട്. അടുത്തത് സോഷ്യലിസ്റ്റ് ഇക്കോണമി അഥവാ സെൻട്രലി പ്ലാൻഡ് ഇക്കോണമിയില് പബ്ലിക് ആയതുകൊണ്ട്, ഗവൺമെന്റ് ആയതുകൊണ്ട് തന്നെ അവിടെ ലക്ഷ്യം എന്തായിരിക്കും? സോഷ്യൽ വെൽഫെയർ, സാമൂഹ്യക്ഷേമം, അതായത് സമൂഹത്തിന് ബെനഫിറ്റ് ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കും അവർ കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുക. അപ്പൊ അവിടെ സോഷ്യൽ വെൽഫെയർ ആണ്. പക്ഷെ ക്യാപിറ്റലിസ്റ്റിലാണെങ്കിലോ അവിടെ സ്വകാര്യ വ്യക്തികളല്ലേ, പ്രൈവറ്റ് പാർട്ടീസ് ആണ് അല്ലെ. അപ്പൊ അവർക്ക് ഒരിക്കലും സോഷ്യൽ വെൽഫെയർ ഒരു പ്രാധാന്യം കൊടുക്കില്ല. അവരെപ്പോഴും ലാഭം ഉണ്ടാക്കാന്നായിരിക്കും നോക്കുക അല്ലെ. അപ്പൊ അവിടെ പ്രോഫിറ്റ് മോട്ടീവാണ്. അപ്പൊ മിക്സഡിലാണെങ്കിൽ രണ്ടിന്റെ കോമ്പിനേഷൻ, സോഷ്യൽ വെൽഫെയർ ഉണ്ടായിരിക്കും, പ്രോഫിറ്റ് മോട്ടീവ് ഉണ്ടായിരിക്കും. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇത് രണ്ടും ഇത് ഉറപ്പായിട്ട് എക്സാമിന് വരും. നന്നായി പഠിച്ചു തന്നെ പോവുക. നമുക്ക് അതേപോലെ നമുക്ക് പഠിക്കേണ്ട മറ്റൊരു ഡിഫറൻസ് ആണ്. ഓക്കെ, അപ്പൊ അടുത്ത ഡിഫറൻസ് ഇതാണ്, പോസിറ്റീവ് ഇക്കണോമിക്സ് ആൻഡ് നോർമേറ്റീവ് ഇക്കണോമിക്സ്. ഇതങ്ങനെ എക്സാമിന് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് വായിച്ചു വിടാം. പോസിറ്റീവ് ഇക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ദ ക്വസ്റ്റ്യൻ വാട്ട് ഈസ്. മനസ്സിലായില്ലേ? ഒരു പ്രോബ്ലം വാട്ട് ഈസ്, എന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനെയാണ് പോസിറ്റീവ് എക്കണോമിക്സ് എന്ന് പറയാം. രണ്ട്, എക്സ്പ്ലെയിൻ ദ ക്വസ്റ്റ്യൻ വാട്ട് ഓട്ട് ടു ബി, ഒരു പ്രോബ്ലം എന്തായിരിക്കണം എന്ന് അനലൈസ് ചെയ്യുന്നതിനെയാണ് നോർമേറ്റീവ് എക്കണോമിക്സ് എന്ന് പറയാം. അപ്പൊ ഇത് എന്താണെന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് അവിടെ വാല്യൂ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല അല്ലെ. കാരണം എന്താണ് അത് ഇങ്ങനെയായിരിക്കണം നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ വാട്ട് ഈസ് എന്ന് പറയുന്ന അവിടുത്തെ നമുക്ക് നോ വാല്യൂ ജഡ്ജ്മെന്റ്, ഒരിക്കലും അവിടെ ജഡ്ജ്മെന്റ് ഇല്ല. പക്ഷെ ഇവിടെയാണെങ്കിലോ വാല്യൂ ജഡ്ജ്മെന്റ് ഉണ്ട്. ഇപ്പൊ വാട്ട് ഈസ്, ഒരു എന്ത് പ്രോബ്ലം വന്നാൽ അത് എന്ത് പ്രോബ്ലം ആണ്, എന്താണ് നമ്മൾ അനലൈസ് ചെയ്യില്ലേ, അതാണ് പോസിറ്റീവ് എക്കണോമിക്സ്. മനസ്സിലായി? അവിടെ നമുക്ക് ജഡ്ജ്മെന്റ് എന്ന് പറയാം, ഇന്ന രീതിയിലാവണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നോർമേറ്റീവ് അങ്ങനെയല്ല. വാട്ട് ഓട്ട് ടു ബി, അത് എങ്ങനെയായിരിക്കണം എന്ന് കൃത്യമായിട്ടുള്ള ഐഡിയ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജഡ്ജ്മെന്റ് ഉണ്ട്, വാല്യൂ ജഡ്ജ്മെന്റ് ഈസ് പോസിബിൾ. ജസ്റ്റ് ഒന്ന് ഈ രണ്ട് ഡിഫറൻസ് മാത്രം ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. നെക്സ്റ്റ് നമ്മുടെ ഈ ചാപ്റ്റർ ലാസ്റ്റ് ടോപ്പിക് ആണ്. ഈ ടോപ്പിക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് എക്സാമിന് പലതവണ ചോദിച്ചിട്ടുണ്ട്. ചിലപ്പോൾ കുറെ ഐറ്റംസ് ഒക്കെ തന്നിട്ട് നമ്മളോട് ഗ്രൂപ്പ് ചെയ്യാനൊക്കെ പറയും. യെസ്, നമുക്ക് നോക്കാം. മൈക്രോ ഇക്കണോമിക്സും മാക്രോ ഇക്കണോമിക്സും തമ്മിലുള്ള ഡിഫറൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോൾ ഡിഫറൻസ് ആയിട്ട് ചോദിക്കും, അല്ലെങ്കിൽ കുറെ ഐറ്റംസ് തരും നിങ്ങൾക്ക്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ നേരത്തെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലെ പറഞ്ഞു ഡിമാൻഡ് ഓഫ് പെൻ അല്ലെ, ഒരു പേനിന്റെ ഡിമാൻഡ് ഓഫ് പെന്ന്, എക്കണോമിക് ഗ്രോത്ത്, സാമ്പത്തിക വളർച്ച, നാഷണൽ ഇൻകം, ദേശീയ വരുമാനം, GDP, നാഷണൽ ഇൻകം, GDP, ജനറൽ പ്രൈസ് ലെവൽ, ഒരു ടീച്ചറുടെ സാലറി, സാലറി ഓഫ് ടീച്ചർ. എന്നിട്ട് ഇത് ഗ്രൂപ്പ് ചെയ്യാൻ പറയും. അപ്രോപ്രിയേറ്റ് ഹെഡിൽ രണ്ട് ഗ്രൂപ്പ് ആക്കാൻ പറയും. അതായത് ക്ലാസിഫൈ ദ ഫോളോയിങ് ഐറ്റംസ്, താഴെ കൊടുത്തിട്ടുള്ള ഐറ്റംസിനൊക്കെ നിങ്ങൾ പല പല ഗ്രൂപ്പ് ആക്കാൻ പറയും. അപ്പൊ ഡിമാൻഡ് ഓഫ് പെൻ എവിടെയാ വരിക? ഒരു പേനയുടെ ഡിമാൻഡ് ഓഫ് എ പെന്നാണ്. ഒരു പേനയുടെ ഡിമാൻഡ് ഏതാണ്? മൈക്രോ എക്കണോമിക്സ് ആണ്. എക്കണോമിക് ഗ്രോത്ത് മാക്രോ എക്കണോമിക്സ്, നാഷണൽ ഇൻകം മാക്രോ എക്കണോമിക്സ്, GDP മാക്രോ എക്കണോമിക്സ്, ജനറൽ പ്രൈസ് ലെവൽ മാക്രോ എക്കണോമിക്സ്, ഒരു ടീച്ചറുടെ സാലറി മൈക്രോ എക്കണോമിക്സ്. മനസ്സിലായില്ലേ? അങ്ങനെ കുറെ ഐറ്റംസ് തന്നിട്ട് നിങ്ങളോട് രണ്ട് തലക്കെട്ടിൽ അല്ലെങ്കിൽ രണ്ട് ഗ്രൂപ്പായിട്ട് നിങ്ങൾ ഗ്രൂപ്പ് ചെയ്യാനായിട്ട് പറയും. വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ഉറപ്പായിട്ടും വരും. അപ്പൊ എല്ലാവരും മൈക്രോ എന്നും മാക്രോ എന്നും തരം തിരിക്കാനായിട്ട് പഠിച്ചു വെക്കുക. അപ്പൊ അത് കൂടാതെ മൈക്രോ ഇക്കണോമിക്സും മാക്രോ ഇക്കണോമിക്സും തമ്മിൽ ഡിഫറൻസും പഠിച്ചു വെക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ മൈക്രോന് നമ്മൾ വേംസ് ഐ വ്യൂ എന്നാണ് പറയാം. വേംസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പുഴുക്കൾ അല്ലെ. അപ്പൊ ഈ പുഴുക്കളെ സംബന്ധിച്ച് നമുക്കറിയാം, പുഴുക്കൾക്ക് എല്ലാം ഇങ്ങനെ ചെറുതായിട്ടേ കാണുള്ളൂ, ചെറുതായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവർ കാണുന്നതെല്ലാം ചെറുതായിട്ടേ കാണുള്ളൂ. അതാണ് മൈക്രോ എന്ന് പറഞ്ഞാൽ വേംസിനോട് ഉപമിക്കാനുള്ള കാരണം. പക്ഷെ മാക്രോ എന്ന് പറഞ്ഞാൽ ബേർഡ്സ് ആണ്. ഒരു പക്ഷിയുടെ ഐ വ്യൂ എങ്ങനെയായിരിക്കും നമുക്കറിയാം. മുകളിൽ നിന്ന് ഒരു പക്ഷി നോക്കുകയാണെങ്കിൽ ഒരേ ഏരിയാസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ മാക്രോ എന്ന് പറഞ്ഞാൽ എന്താ? ഇക്കോണമി ആസ് എ ഹോൾ, ഇക്കോണമി മൊത്തമായിട്ട് പഠിക്കുന്നതാണ് മാക്രോ അല്ലെ. അപ്പൊ ഒരു പക്ഷിക്ക് മുകളിൽ നോക്കിയാൽ നമുക്ക് കുറെ ഏരിയാസ് കവർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതുകൊണ്ടാണ് മാക്രോനെ നമ്മൾ ബേർഡ്സ് ഐ വ്യൂ എന്ന് പറയാനുള്ള കാരണം. ഓക്കെ, അപ്പൊ അതൊന്ന് ഓർത്തു വെക്കുക. രണ്ട്, മൈക്രോ എന്ന് പറയുന്ന വാക്ക് വന്നത് നമ്മുടെ ഗ്രീക്ക് വേർഡ് ആയിട്ടുള്ള മൈക്രോസ് എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ്. മൈക്രോസ് എന്ന അർത്ഥം സ്മോൾ ആണ്. മൈക്രോസ്കോപ്പ് ഒക്കെ നിങ്ങൾക്ക് അറിയാം അല്ലെ. യെസ്, അപ്പോ നമ്മുടെ മൈക്രോ എന്ന് പറഞ്ഞാൽ എന്താണ്? മൈക്രോ എന്ന് പറയുന്ന വാക്ക്, ആ വേർഡ് വന്നത് ഗ്രീക്ക് വേർഡ് ആയിട്ടുള്ള മൈക്രോസ് എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ്. അതിനർത്ഥം സ്മോൾ എന്നാണ് അർത്ഥം. അപ്പൊ മാക്രോ എന്ന് പറഞ്ഞാലോ, മാക്രോ എന്ന് പറഞ്ഞാലും
ഗ്രീക്ക് വേർഡ് ആയിട്ടുള്ള മാക്രോസ് കണ്ടോ, മാക്രോ എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ്, മാക്രോസ് എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് മാക്രോ എക്കണോമിക്സ് വന്നത്. അതിനർത്ഥം എന്താണ്? ലാർജ് എന്നാണ് അർത്ഥം. അപ്പൊ ഓർത്ത് വയ്ക്കുക, മൈക്രോ എന്ന് പറഞ്ഞാൽ മൈക്രോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് വന്നത്. അതിനർത്ഥം സ്മോൾ എന്നാണ് അർത്ഥം. മാക്രോ എന്ന് പറഞ്ഞാലോ, മാക്രോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് മാക്രോ വന്നത്. അതിനർത്ഥം ലാർജ് എന്നാണ് അർത്ഥം. അപ്പൊ എന്താണ് മൈക്രോ? എ സ്റ്റഡി ഓഫ് സ്മോൾ ഇൻഡിവിജ്വൽ യൂണിറ്റ്, ചെറിയ ചെറിയ സ്മോൾ ഇൻഡിവിജ്വൽ യൂണിറ്റുകളെ കുറിച്ച്, ഓരോ ഇൻഡിവിജ്വൽ യൂണിറ്റുകളെ കുറിച്ച് പഠിക്കുന്ന എക്കണോമിക്സ് ആണ് മൈക്രോ എക്കണോമിക്സ്. അപ്പൊ മാക്രോയോ, ഇക്കോണമി ആസ് എ ഹോൾ, ഇക്കോണമി മൊത്തമായിട്ട് പഠിക്കുന്ന ഒരു എക്കണോമിക്സ് ആണ് മാക്രോ എക്കണോമിക്സ്. ഞാൻ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ എക്സാമ്പിൾ എക്സാമിന് ചോദിക്കുക. ഡിമാൻഡ് ഓഫ് പെൻ, ഒരു പേനയുടെ ഡിമാൻഡ് മൈക്രോ ആണ്. പ്രൈസ് ഓഫ് എ ബുക്ക്, ഒരു ബുക്കിന്റെ വില, അത് മൈക്രോ ആണ്. ഇൻകം ഓഫ് എ ടീച്ചർ, ഒരു ടീച്ചറുടെ സാലറി, വരുമാനം, അത് മൈക്രോ ആണ്. അപ്പൊ മാക്രോയിൽ എന്തൊക്കെ പെടാം? ദേശീയ വരുമാനം പെടാം, GDP ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് വരാം, ടോട്ടൽ എക്സ്പോർട്ട് മൊത്തം കയറ്റുമതി, ടോട്ടൽ ഇമ്പോർട്ട് മൊത്തം ഇറക്കുമതി. ഇതൊക്കെ എന്താണ്? മാക്രോ എക്കണോമിക്സ് ആണ്. നെക്സ്റ്റ്, മൈക്രോ ഇക്കണോമിക്സിന് വേറെ പല പേരുകളിൽ അറിയപ്പെടാറുണ്ട്. അത് 1 മാർക്കിന് ചോദിക്കാം. മൈക്രോ ഇക്കണോമിക്സ് ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ്. മൈക്രോ ഇക്കണോമിക്സിനെ നമ്മൾ ഡാഷ് എന്ന് വിളിക്കുന്നു. എന്താണ്? പ്രൈസ് തിയറി കേട്ടോ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് പലതവണ ചോദിച്ചിട്ടുണ്ട്. മൈക്രോ ഇക്കണോമിക്സിന്റെ മറ്റൊരു പേരാണ് പ്രൈസ് തിയറി. പ്രൈസ് തിയറി അഥവാ ഡിമാൻഡ് തിയറി എന്ന് പറയാറുണ്ട്. അതേപോലെ മാക്രോ ഇക്കണോമിക്സിന് മറ്റൊരു പേരുണ്ട്. എന്താണ്? അഗ്രഗേറ്റ് എക്കണോമിക്സ്. അഗ്രഗേറ്റ് എന്ന് പറയുന്ന അർത്ഥം ടോട്ടൽ എന്നർത്ഥം. മനസ്സിലായില്ലേ? അപ്പൊ ടോട്ടൽ എക്കണോമിക്സ്, ടോട്ടൽ ഐറ്റംസ് ആണ് അർത്ഥം. അപ്പൊ നമ്മുടെ മാക്രോ എക്കണോമിക്സിന്റെ മറ്റൊരു പേരാണ് അഗ്രഗേറ്റ് എക്കണോമിക്സ്. ഓക്കെ, അതും പഠിച്ചു വെക്കുക. ഇനി മൈക്രോ എക്കണോമിക്സിന്റെ ഫാദർ എന്നറിയപ്പെടുന്നത്. അപ്പൊ ഫാദർ ഓഫ് മൈക്രോ ചോദിച്ചാൽ, ഫാദർ ഓഫ് എക്കണോമിക്സ് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാം അല്ലെ, നിങ്ങൾ പഠിച്ചു സ്റ്റാർട്ടിംഗിൽ തന്നെ. ഫാദർ ഓഫ് എക്കണോമിക്സ് ആരാണ്? നമ്മുടെ ആഡം സ്മിത്ത് ആണ് അല്ലെ. ആഡം സ്മിത്ത് ആണ് ഫാദർ ഓഫ് എക്കണോമിക്സ്. ഇനി ഫാദർ ഓഫ് മൈക്രോ എക്കണോമിക്സ് ചോദിച്ചാൽ അതാരാണ്? ആൽഫ്രഡ് മാർഷൽ ആണ്. ഓർത്ത് വയ്ക്കുക, ആൽഫ്രഡ് മാർഷൽ ഈസ് ദ ഫാദർ ഓഫ് മൈക്രോ ഇക്കണോമിക്സ്. അപ്പൊ മാക്രോ ഇക്കണോമിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? JM കെയ്ൻസ്. ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. മൈക്രോന്റെ പിതാവ് അങ്ങനെ അത്ര ചോദിക്കാറില്ല വൺ വേർഡ് ആയിട്ട്, പക്ഷെ മാക്രോന്റെ പിതാവ് ചോദിക്കാറുണ്ട്. മാക്രോ ഇക്കണോമിക്സിന്റെ ഫാദർ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് മക്കളെ? JM കെയ്ൻസ്, ജോൺ മെയ്നാർഡ് കെയ്ൻസ് ആണ്. അത് പഠിച്ചു വെക്കുക, 1 മാർക്കിന് ചോദിക്കാം. അപ്പൊ ഇത്രയാണ് മൈക്രോയും മാക്രോയും നമ്മുടെ ഡിഫറൻസ്. ഇത്രയും നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ പോയാലും ഒരു 10 മാർക്കിൽ കൂടുതൽ എന്തായാലും ഉറപ്പായിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് വരും. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ടൊക്കെ പഠിക്കുക. PPC വരയ്ക്കാനും അതുപോലെ തന്നെ MOC കാണാനും, സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമി, പിന്നെ അവസാനം പറഞ്ഞ ഡിഫറൻസിൽ സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി, മാർക്കറ്റ് ഇക്കോണമി, അത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ മൈക്രോയും മാക്രോ ഇതുപോലെ ഗ്രൂപ്പ് ചെയ്യാനായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഡിഫറൻസ് ചോദിക്കാം കേട്ടോ. അപ്പൊ ഇതൊക്കെ എന്തായാലും പഠിച്ചു വെക്കാം. നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം.